എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1453 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ അനിത സോമനാണ്. വളരെയധികം നല്ല ക്ലാസ്സുകൾ നമുക്ക് ഇതിനോടകം എടുത്തു തന്നിട്ടുള്ള ഡോക്ടർ സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. അന്തരിച്ച ശ്രീ ഡോക്ടർ പ്രഫുൽ വിജയ്ക്കറുടെ ആരാധികയാണ്. റൂബ്രിക്കുകൾ കണ്ടുപിടിക്കുന്നതിനും കേസ് ടേക്കിങ്ങിലും ഡോക്ടറുടെ കഴിവ് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ഹോമിയോപ്പതി ചികിത്സകയാണ്. 37 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള ഡോക്ടർ ഇന്ന് ഓർഗനോണിലൂടെ ഒരു പര്യടനം എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് അനിത സോമൻ ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യമേ തന്നെ ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫെഡറിക് സാമുവൽ ഹനിമാന് എന്റെ പ്രണാമം. അതോടൊപ്പം തന്നെ എന്നെ കോൺഫിഡൻസോട് കൂടി ഏത് അസുഖവും അക്യൂട്ട് ആസ് വെൽ ആസ് ക്രോണിക് ഡിസീസ് ചികിത്സിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ച എന്റെ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയ്ക്കർ സാറിനും എന്റെ കൂപ്പുകൈ. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓർഗനോണാണ്. ആർക്കും ദഹിക്കാത്തതാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇപ്പൊ 3-4-5 ദിവസമേ ആയുള്ളൂ UK വന്നിട്ട്. അപ്പൊ എനിക്ക് കേസുകളൊന്നും വലുതായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ധനേഷ് ഡോക്ടർ പറഞ്ഞ് ഒന്ന് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഓർഗനോണിലോട്ട് പോവാം. ആദ്യം റൂബ്രിക്കാണ് പറഞ്ഞത്. പക്ഷെ റൂബ്രിക് ആകുമ്പോൾ ഭയങ്കര പാടാണ്. അത് ഒത്തിരി എലോബറേറ്റ് ആയിട്ട് പറയേണ്ടി വരും. ഓർഗനോണാകുമ്പോ കുറച്ച് ഞാൻ ചുരുക്കിയതൊന്ന് അതിന്റെ ഇതും 2-3 കേസും പറയാമെന്ന് വിചാരിച്ചു. അതിന് എക്സാമ്പിൾ ആയിട്ട് ആദ്യം തന്നെ തുടങ്ങാം. ഫിസിഷ്യൻസ് ഹൈ ആൻഡ് ഒൺലി മിഷൻ എന്ന് പറഞ്ഞാൽ ഈ 6 എഡിഷൻ ഓഫ് ഓർഗനോൺ എഴുതിയിട്ടും ഹനുമാൻ ആദ്യം വാല്യൂ കൊടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് വാല്യൂ കൊടുത്തത് ഫിസിഷ്യൻസ് ഹൈ ആൻഡ് ഒൺലി മിഷൻ ഈസ് ടു റീസ്റ്റോർ ദ സിക്ക് ടു ഹെൽത്ത് ആണ് കൊടുത്തത്. ടു ക്യൂർ ആസ് ഇറ്റ് ഈസ് ടേംഡ്. ആദ്യത്തേത് മിഷൻ എന്ന് പറഞ്ഞാൽ ഡു ഓർ ഡൈ. അത് ഡിഫൻസിലാണ് യൂസ് ചെയ്യുന്നത്. മിലിറ്ററിയിലായാലും എയർഫോഴ്സിലായാലും നേവിയിലൊക്കെ ഡിഫൻസ് അവിടെയാണ് യൂസ് ചെയ്യുന്ന മിഷൻ എന്ന്. അപ്പൊ ഹനുമാൻ തന്നെ ആ വാക്ക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഹൈ ആൻഡ് ഒൺലി മിഷൻ എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ദ സിക്ക് ടു ഹെൽത്ത്. റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഏത് കണ്ടീഷൻ അസുഖത്തിൽ ഇരിക്കുന്നോ ആ അസുഖത്തിൽ നിന്ന് മാറി നമുക്ക് പഴയ എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ടോ ആ അസുഖത്തിൽ കൂടെ പതുക്കെ കടന്നുപോയി ഹെറിങ്സിലായി കൂടെ ക്യൂർ കിട്ടുക എന്നുള്ളതാണ് ഹനുമാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹെറിങ്സ് ലോ ഓഫ് ക്യൂർ എന്ന് പറഞ്ഞാൽ സെന്റർ ടു പെരിഫറി ആൻഡ് മോർ ഇമ്പോർട്ടന്റ് ഓർഗൻ ടു ലെസ് ഇമ്പോർട്ടന്റ് ഓർഗൻ, എബോവ് ഡൗൺവേർഡ്സ്. ഏറ്റവും ലാസ്റ്റ് വന്ന ഡിസീസ് ആദ്യം പോകും. അത് കഴിഞ്ഞിട്ട് ഓരോ അകത്തോട്ട് ഓരോ ഡിസീസ് ഏതൊക്കെ ഡിസീസ് ഉണ്ടോ ഏറ്റവും വെളിയിലോട്ട് വന്നിട്ടുള്ള ഡിസീസ്, ലെസ് ഇമ്പോർട്ടന്റ് ഓർഗൻ വന്നിട്ടുള്ള ഡിസീസ് പതുക്കെ വന്ന് അതങ്ങ് പോകും. കറക്റ്റ് സിമിലിമം കൊടുക്കുകയാണെങ്കിൽ. പിന്നെ മാസ്മാറ്റിക് വേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിഫിലിറ്റിക് ഡിസ്ട്രക്റ്റീവ് ഡിസീസസിന് നമുക്ക് സൈക്കോട്ടിക് കൺസ്ട്രക്റ്റീവ് ഡിസീസ് ആക്കി മാറ്റിയിട്ട് പിന്നെ സോറിക്കായിട്ടുള്ള സെൻസിറ്റിവിറ്റിയിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഇതാണ് ഹനുമാൻ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ എന്താ ഹയസ്റ്റ് ഐഡിയൽ ഓഫ് ക്യൂർ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ജെന്റൽ ആൻഡ് പെർമനന്റ് റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ഓർ റിമൂവൽ ആൻഡ് അനിഹിലേഷൻ ഓഫ് ഡിസീസ് ഇൻ ഇറ്റ്സ് ഹോൾ എക്സ്റ്റെന്റ്. ദ മോസ്റ്റ് ഷോർട്ടസ്റ്റ് ആൻഡ് മോസ്റ്റ് റിലയബിൾ മോസ്റ്റ് ഹാംലെസ് വേ ആണ് ഈസിലി കോംപ്രിഹെൻസീവ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇനി അടുത്ത തേർഡ് കോഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പോൾ നമ്മൾ ആ പേഷ്യന്റെ അസുഖം എന്താണെന്ന് അറിയണമെങ്കിൽ അസുഖത്തെ പറ്റി നമ്മൾ നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതാണ് ഹനുമാൻ പറയുന്നത്. നിങ്ങൾക്ക് അസുഖത്തെ പറ്റി നോളജ് ഉണ്ടാകണം. ആദ്യം നമ്മൾ അറിയേണ്ട അതിന്റെ അനാട്ടമി അറിഞ്ഞിരിക്കണം.
അതിന്റെ ഫിസിയോളജി ഫങ്ഷൻ എന്താണ്, നോർമൽ ഫങ്ഷൻ എന്താണെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് പതോളജി അറിയണം. എങ്ങനെയാണ് ഈ പതോളജിക്കൽ വേയിൽ അബ്നോർമൽ ഫങ്ഷൻ അല്ലെങ്കിൽ അബ്നോർമൽ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ അബ്നോർമാലിറ്റിയിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചിരുന്നാൽ മാത്രമേ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും ആ കേസ് ഏത് കണ്ടീഷനിൽ നിൽക്കുന്നു, ആ പതോളജിക്കൽ വേയിൽ ഏത് കണ്ടീഷനിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫങ്ഷണൽ ബയോകെമിക് ഡിറേഞ്ച്മെന്റിൽ ഏത് രീതിയിൽ നിൽക്കുന്നു എന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സെക്കൻഡ് എന്ന് പറഞ്ഞത് നോളജ് ഓഫ് മെഡിസിനൽ പവേഴ്സ്. ഹനിമാൻ ആന്റെ കാലത്ത് അന്ന് കണ്ടുപിടിച്ച 90-99 മെഡിസിൻ ആണ്. അതെല്ലാം പോളിക്രസ്റ്റ് റെമഡീസ് ആണ് ഹനിമാൻ കണ്ടുപിടിച്ചത്. അതിന്റെ എല്ലാം ഓരോ മെഡിസിനും, എക്സാമ്പിൾ നമ്മൾ നക്സോമിക് എടുത്താലും മതി, കിങ് ഓഫ് ആന്റിസോറിക് എന്ന് പറയുന്ന ആ മെഡിസിൻ എടുക്കുമ്പോ തന്നെ അതിനകത്ത് സോറിക് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്, സൈക്കോട്ടിക് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്, സിബിലിറ്റിക് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് സിംറ്റംസ് ഉണ്ട്. അപ്പൊ അത് അനലൈസ് ചെയ്ത് നമ്മൾ പ്രത്യേകം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് സിംറ്റത്തിനെ ആദ്യം മാറ്റണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സൈക്കോട്ടിക് ആയിട്ടുള്ള സിംറ്റത്തിനെ മാറ്റുക. അത് കഴിഞ്ഞിട്ട് സോറയിലോട്ട് കൊണ്ടുവന്ന് നിർത്തുക. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഓരോ മരുന്നുകളെയും ശരിക്കും പഠിക്കാൻ സാധിക്കും. ഈ സോറിക് സിംറ്റംസ് ഏതാണ്, സൈക്കോട്ടിക് സിംറ്റംസ് ഏതാണ്, സിബിലിറ്റിക് സിംറ്റംസ് എന്ന് പഠിക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചോയ്സ് ഓഫ് റെമഡി. ചോയ്സ് ഓഫ് റെമഡി സിമിലിമം, കറക്റ്റ് സിമിലിമം വന്നെങ്കിൽ മാത്രമേ ക്യൂർ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പാർഷ്യൽ ഇൻഡിക്കേറ്റഡ് റെമഡിയാണ് പാർഷ്യൽ ക്യൂർ, അല്ലെങ്കിൽ സപ്രഷൻ ഉണ്ടാകും. ഇതിലേതെങ്കിലും സംഭവിക്കും. പിന്നെ ഉപയോഗിക്കേണ്ട പ്രോപ്പർ ഡോസ് ആണ്. കറക്റ്റ് ഡോസ് ഉപയോഗിക്കണം. റെപ്പറ്റീഷൻ ഓഫ് ദ ഡോസ് ഉണ്ടായിരിക്കണം. അവസാനം ഒബ്സ്റ്റക്കിൾസ് ടു റിക്കവറി വരാതിരിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. അങ്ങനെ റെസ്റ്റോറേഷൻ മേ ബി പെർമനന്റ് ആക്കാൻ സാധിക്കും. നാലാമത്തെ അഫോറിസം, ഹീസ് ലൈക്ക് വൈസ് എ പ്രിസർവർ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് ഹനുമാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഞ്ചാമത്തെ അഫോറിസമാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഫോറിസം. അതിൽ ഹനുമാൻ പറയുന്നത് ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ ഡിസീസ് കണ്ടീഷൻ അക്യൂട്ട് ഡിസീസ് ആണോ ക്രോണിക് ഡിസീസ് ആണോ എന്ന് ആദ്യം നമ്മൾ വേർതിരിക്കണം. അക്യൂട്ട് ഡിസീസ് ഹനുമാൻ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അക്യൂട്ട് ഡിസീസ് എപ്പോഴും സഡൻ ഓൺസെറ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് എ ട്രാൻസിയന്റ് എക്സ്പ്ലോഷൻ ഓഫ് ലേറ്റന്റ് സോറ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്. ട്രാൻസിയന്റ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യും, പൊട്ടിത്തെറിക്കും. അത് കഴിഞ്ഞ് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ കുറച്ച് ദിവസം നിൽക്കും, ഒരാഴ്ചയോ 1.5 ആഴ്ചയോ 2 ആഴ്ചയോ നിൽക്കും. അത് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നത്. അത് ഐദർ എൻഡ് ഇൻ റിക്കവറി ഓർ ഡെത്തിലോട്ട് പോകാം. അപ്പൊ സോറയ്ക്ക് ഇൻഫ്ലമേഷൻ തുടങ്ങി, ചെറുതായിട്ട് ആ സോറയ്ക്ക് ഇൻഫ്ലമേഷൻ പോയിട്ട് അവസാനിക്കുന്നത് ഒന്നെങ്കിൽ സോറയിൽ തന്നെ അവസാനിക്കും, അല്ലെങ്കിൽ സൈക്കോട്ടിക്കിലോട്ട് പോകാം, അല്ലെങ്കിൽ സിബിലിറ്റിക്കിലോട്ട് പോകാം. അപ്പൊ സിബിലിറ്റിക്കിലോട്ട് പോയാൽ ഡെത്ത് സംഭവിക്കും, ഡിസ്ട്രക്ഷൻ സംഭവിക്കും, അപ്പൊ ഹോൾ ഓർഗാനിസം. അപ്പൊ നമ്മൾ അതെപ്പോഴും ആ അക്യൂട്ട് ഡിസീസ് ആണെങ്കിൽ അവിടെ എക്സൈറ്റിംഗ് കോസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സൈറ്റിംഗ് കോസ് ആണ് നോക്കേണ്ടത്. അത് എക്സൈറ്റിംഗ് കോസ് എന്ന് പറയുന്ന ആ പേഷ്യന്റ് ഓർമ്മ കാണും എന്താണെന്നുള്ളത്. ഞാൻ ഒരു കേസ് പറയാം. ഇപ്പൊ ഒരു 2 ദിവസത്തിന് മുമ്പ് വന്ന കേസ്. ഒരു ലേഡി, ഒരു 35 വയസ്സുള്ള സ്ത്രീയാണ്. അവരും അവരുടെ ഹസ്ബൻഡും 2 കുട്ടികളുമായിട്ട് വന്നപ്പോ അവര് പറഞ്ഞ് ഒരാഴ്ചയായിട്ട് ലൂസ് മോഷൻ ഉണ്ടായിട്ട് ആദ്യം 10-15 പ്രാവശ്യം പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ 8 പ്രാവശ്യത്തോളം ആയി. അപ്പൊ എന്റെ അടുത്ത് വരുമ്പോ ഒരു 10:30-11 മണിക്കാണ്. അപ്പോൾ തന്നെ ഒരു 3 പ്രാവശ്യം പോയി. പുള്ളിക്കാരി വളരെ ഡള്ളാണ്, ഭയങ്കരമായിട്ടുള്ള ക്ഷീണമുണ്ട്, വിശപ്പില്ലായ്മയാണ്, ദാഹം ഒന്നും തോന്നുന്നില്ല, ഇങ്ങനെ വയറ്റിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു, ആകപ്പാടെ പ്രശ്നം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇത് ഉണ്ടാകുന്നതിന് മുന്നേ എന്തോ ഒരു കാരണം ഉണ്ടായില്ലേ? അത് ഡോക്ടറെ, ഞങ്ങളൊരു പാർട്ടി ഉണ്ടായിരുന്നു, തലേന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ചേർന്നതാണ്, ഫാമിലി ആയിട്ട് ചേർന്നതായിരുന്നു. അതിനകത്ത് ബിരിയാണി ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണോ എന്ന് തോന്നുന്നു, ഫുഡ് പോയിസണിങ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഹസ്ബൻഡിനും കുട്ടികൾക്കും ഒക്കെ വന്നോ? അവർക്ക് ആർക്കും വന്നില്ല ഡോക്ടറെ, എനിക്ക് മാത്രമേ വന്നുള്ളൂ. അവരൊക്കെ എല്ലാരും അവിടെ ബാക്കി കഴിച്ചൊക്കെ ആർക്കും വന്നില്ല, എനിക്ക് മാത്രമേ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ, അത് ഫുഡ് പോയിസണിങ് അല്ലല്ലോ, നിങ്ങൾക്ക് മാത്രം വരണമെങ്കിൽ എന്തോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടായി. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെയും കുട്ടികളെയും വെളിയിറങ്ങിയിരിക്കാൻ പറഞ്ഞു. ഞാൻ കഥ അടച്ചു, ഒരു അകത്തിരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് അന്ന് സംഭവിച്ചത്? നിങ്ങള് ഇമോഷണലി ഹർട്ട് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ഉണ്ടായി, നിങ്ങൾക്ക് ഏതോ ഒരു ട്രോമ ഉണ്ടായി,
അതിൽ നിന്ന് ഔട്ട് ബസ്റ്റ് ആയിട്ട് ഡയറിയ ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ന്യൂട്രീഷൻ വേണ്ട എന്ന് ഈ എണ്ണം വഴി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ന്യൂട്രീഷൻ വേണ്ട, എനിക്ക് അതിനെ തള്ളിക്കളയണം, ഈ വൃത്തികെട്ട ന്യൂട്രീഷൻ എനിക്ക് ഇനി ആവശ്യമില്ല എന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ അത് വെളിയിൽ പോവുകയുള്ളൂ. നമ്മുടെ മനസ്സ് വിചാരിക്കാതെ ഒന്നും വെളിയിൽ പോകില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം എന്തായിരുന്നു? നിങ്ങൾക്ക് എനിക്ക് ഈ ന്യൂട്രീഷൻ വേണ്ട, ഇൻഡൈജസ്റ്റബിൾ ആംഗിൾ, ദഹിക്കാൻ പറ്റാത്ത ദേഷ്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്താണ് നിങ്ങളെ ദേഷ്യം ഉണ്ടാക്കിയ പ്രേരിപ്പിച്ച കാരണം എന്താണ്? അത് കിട്ടിയാൽ നമുക്ക് മരുന്നിലോട് എത്താം. അത് ഡോക്ടറെ ഒരു സംഭവം ഉണ്ടായി. അന്ന് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന എന്റെ കൂട്ടുകാരി തന്നെ, അവരും ഹസ്ബൻഡും മക്കളൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അവര് കഴിക്കുന്ന രീതിയെ കണ്ടപ്പോഴേ എനിക്കൊരു തമാശ തോന്നി. ഞാൻ അന്ന് തമാശ പൊട്ടിച്ചു. പക്ഷെ എന്റെ ഹസ്ബൻഡ് അത് കേട്ടിട്ട് എന്നെ അങ്ങ് ഷൗട്ട് ചെയ്ത് എല്ലാവരുടെയും മുമ്പ് വെച്ച്. ഞാൻ വിറച്ചു പോയി. അപ്പോഴത്തേക്ക് അവരെ എന്നെ പറഞ്ഞു, അയ്യോ അത് തമാശയല്ലേ, അത് കാര്യമായിട്ട് എടുക്കണ്ടല്ലോ. പക്ഷെ പുള്ളിക്കാരൻ എന്നെ വിട്ടല്ലോ. പക്ഷെ എനിക്ക് ആളുകളുടെ മുമ്പ് വെച്ച് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്ത്. അതെനിക്ക് ഉൾക്കൊള്ളാനേ പറ്റിയില്ല ഡോക്ടർ. അത് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു. അത് ഞാൻ പിന്നെ കഴിച്ചതും ഇല്ല, കുറച്ചേ കഴിച്ചുള്ളൂ. എനിക്ക് അത് പിന്നെ കഴിക്കാനും തോന്നിയില്ല, കാരണം അത്രയും എനിക്ക് വിഷമം ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് എനിക്ക് റൂബ്രിക്ക് കിട്ടി. ഞാൻ എയിൽമെന്റ്സ് ഫ്രം ഓണർ വുണ്ടഡ്, പുള്ളിക്കാരുടെ സെൽഫ് എസ്റ്റീമിനെ ഹർട്ട് ചെയ്ത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച്. അത് പുള്ളിക്കാരിക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല. ഞാൻ എയിൽമെന്റ്സ് ഫ്രം ഓണർ വുണ്ടഡ് എടുത്തു. നെക്സ്റ്റ് റൂബ്രിക്ക് എടുത്തത് ഡെലൂഷൻ ഇൻസൾട്ടഡ് വിത്ത്. ഇൻസൾട്ട് ആണ് അവിടെ സംഭവിച്ചത്. നമ്മുടെ ഓണറിനെ വുണ്ട് ചെയ്യുമ്പോൾ ഇൻസൾട്ട് ആണ് അവിടെ വരുന്നത്. ഇൻസൾട്ടഡ് വിത്ത്. ഈ 2 റൂബ്രിക്കും എടുത്തപ്പോൾ മെഡിസിൻ വന്നത് ലൈക്കോപോഡിയോ ആണ്. ഈ 2 റൂബ്രിക്കിനെയും കവർ ചെയ്യുന്ന മെഡിസിൻ ലൈക്കോപോഡിയോ ആണ്. ഞാൻ അപ്പൊ തന്നെ ലൈക്കോപോഡിയം 200 2 തുള്ളി നാക്കിൽ ഒറ്റിച്ചു കൊടുത്ത്. ഞാൻ പറഞ്ഞു ഇത് കഴിക്ക്. പിന്നെ 1 ഡോസ് കൂടെ കൊടുത്ത്. എനിക്ക് എപ്പോഴും 2 ഡോസ് കൊടുക്കുന്ന ഒരു ശീലം ഉണ്ട്. കാരണം ഇത് ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ കഴിക്കട്ടെ. അത് വെച്ചരെ, കയ്യിൽ വെച്ചരെ. ഞാൻ എന്നിട്ട് 2 ഡ്രോം മെഡിക്കേറ്റഡ് ഇത് സക്കാര ഒഴിച്ച് പിൽസ് കൊടുത്ത് അത് ഓരോ മണിക്കൂർ ഇടവിട്ട് കഴിക്കാൻ പറഞ്ഞ്. വൈകുന്നേരം എന്നെ ഒന്ന് വിളിച്ച് പറയണം എങ്ങനെയുണ്ടെന്നുള്ള അവസ്ഥ. പറഞ്ഞിട്ടേ കഴിക്കാവൂ, കുറവില്ലെങ്കിൽ മാത്രമേ ആ പൊടി ഞാൻ തന്നേക്കുന്ന പൊടി രാത്രി കഴിക്കാവെന്ന് പറഞ്ഞു, കലക്കി കഴിക്കാവെന്ന് പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് നിങ്ങളിപ്പോ കഞ്ഞിയാണ് കുടിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് അത് കഴിക്ക്, ലൈറ്റ് ഫുഡേ കഴിക്കാവൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ മരുന്ന് കഴിക്കുമ്പോഴത്തേ എന്തായാലും വരും, വിശപ്പൊക്കെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോയി. വൈകുന്നേരം അവര് വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ തന്ന ആ 2 തുള്ളി മരുന്ന് കഴിച്ചപ്പോ തന്നെ ശേഷം പിന്നെ എനിക്ക് പോയിട്ടില്ല. ഞാൻ ഇപ്പൊ ഗുളിക ഓരോ മണിക്കൂർ ഇടവിട്ട് കഴിക്കുന്നു. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പ് വന്നു ഡോക്ടറെ, എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്, എന്ത് കഴിക്കാം? ഞാൻ പറഞ്ഞു എന്തായാലും നോൺ വെജ് കഴിക്കണ്ട, കാരണം ഓൾറെഡി നിങ്ങളുടെ ഇൻഡസ്ട്രീൻ മൊത്തം ഡിസ്റ്റർബഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ വീണ്ടും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഇപ്പൊ വെജിറ്റേറിയൻ ആയിട്ടുള്ള സോളിഡ് ഫുഡ് എന്തെങ്കിലും നിങ്ങൾ കഴിച്ചോളൂ. കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോൺ വെജ് കഴിക്കാവുന്ന. അങ്ങനെ ആ കേസ്. അപ്പൊ അതാണ് അവിടെ എക്സൈറ്റിംഗ് കോസ്. ഞാൻ അവരടുത്ത് ചോദിച്ചപ്പോട്ടെ ആ എക്സൈറ്റിംഗ് കോസ് കിട്ടിയോണ്ടാണ് എനിക്ക് കറക്റ്റ് റെമഡിയിലോട്ട്, ആ തിമിലിമാത്തിലോട്ട് എത്താൻ സാധിച്ചത്. അതുപോലെ വേറൊരു കേസ് ഇന്നലെ വന്നതാണ്. അത് പക്ഷെ എന്റെ ഒരു പേഷ്യന്റ് ആണ്. നേരത്തെ അല്ല, ഒരു 5ാം മാസത്തിലുള്ള പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റ് ആദ്യം വന്നത് ഒരു 40 വയസ്സുള്ള മെയിലാണ്. 11/5/24 വന്നതാണ്. നെഞ്ചരിച്ചിലും ഭയങ്കര പുളിച്ചു തികട്ടലുമായിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ കേസ് എടുത്തായിരുന്നു അന്ന്. അപ്പൊ അയാൾക്ക് കൊച്ചിലെ ഫിഷറിൻ നേനോ ഉണ്ടായിരുന്നു, കൊച്ചിലെ തൊട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ ഒരു 6 മാസമായിട്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. പക്ഷെ അതിന് പകരം ഈ നെഞ്ചരിച്ചിലും പുളിച്ചു തികട്ടലുമാണ് വന്നേക്കുന്നത്. പിന്നെ റെഡ് മീറ്റ് ഒന്നും കഴിക്കാൻ ഒക്കില്ല, ഭയങ്കര അലർജിയാണ്. ഇത് ജോലി എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്തോ ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണെന്ന് ഞാൻ അത് എഴുതി വെച്ചിട്ടില്ല ജോലി പയ്യന്റെ. അപ്പൊ ഞാൻ അന്ന് കേസ് എടുത്തിട്ട് കൊടുത്തത് കാൽക്കേരിയ ഫോസ് ആണ്. കാൽക്കേരിയ ഫോസ് കൊടുത്ത് പിന്നെ വെറുതെ സക്കാരം ചെറിയ ഞാൻ ഇത് ലുക്കിറ്റായിട്ട് തന്നെ കൊടുത്ത് 2 തുള്ളി വീതം 2 നേരം വെച്ച് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവുകയും ചെയ്ത് 1 ഔൺസ് PL കൊടുത്തു. അത് കഴിഞ്ഞ് 2 ആഴ്ചക്ക് മുമ്പ് പുള്ളിക്കാരന് ഈ അസുഖം തുടങ്ങി. അത് 2 ആഴ്ചക്ക് മുമ്പ് പുള്ളിക്കാരന് ഒരു പനി വന്നു. പനിയും ചുമയും
ജലദോഷവും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഞാൻ ഇല്ലാത്തതുകൊണ്ട് പോയി അലോപ്പതി പോയി ആന്റിബയോട്ടിക് കൊടുത്തു. ആന്റിബയോട്ടിക് കഴിച്ച് 5 ദിവസത്തെ ആന്റിബയോട്ടിക് കഴിഞ്ഞു. 3-ാമത്തെ ദിവസം തൊട്ട് പുള്ളിക്കാരന് വീണ്ടും ഫിഷർ വന്നു, മലബന്ധം ഉണ്ടായി. മല പോകുന്നേ ഇല്ല, പോണമെന്നുള്ള തോന്നലും ഇല്ല. അങ്ങനെ പോയി ഇരുന്ന് മുക്കിയതും ഇത് കീറി, ഏനസ് കീറിയിട്ട് ബ്ലഡ് മലത്തിന്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നു. സിവിയർ പെയിൻ. പുള്ളിക്കാരൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് നിലവിളിച്ചു പോവുകയാണ്, അത്രയ്ക്ക് വേദനയാണ് ഞാൻ സഹിക്കുന്നത്. മലബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് പോണമെന്ന് തോന്നില്ല, പക്ഷെ പോകാതിരുന്നാൽ എങ്ങനെയെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഞാൻ ആകപ്പാട് കഷ്ടത്തിലായിട്ട് ഇരിക്കുകയാണ് ഡോക്ടറെ, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ജോലിക്ക് പോകാനോ ഒക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഫിഷറിനേനോ വരണമെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ടെറിട്ടോറിയൽ ആങ്കർ, നിങ്ങളുടെ റിലേഷനിലുള്ള അവിടെ ഉള്ള ടെറിട്ടറിയിൽ നിങ്ങളുടെ വീട്ടിനകത്തുള്ളവരുമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. അത് എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ഇവരെല്ലാം വന്ന് ഓരോ ആവശ്യങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ ഈ ബിസിനസ് കാര്യങ്ങൾ നോക്കാനായിട്ട് ഒത്തിരി ജോലിപ്പാടുണ്ട്, അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ ഭാര്യയും പിള്ളേരും അമ്മയും കൂടെ വന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഞാൻ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. അവര് പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. അപ്പൊ എന്റെ അമ്മ എന്നെ ചോദിക്കും, നീ എന്തുവാടാ ഇങ്ങനെ കിടന്ന് ചാടുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഡോക്ടറെ, അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇതിന്റെ വേദനയാണെങ്കിൽ ഏറ്റവും ഭയങ്കരം. അപ്പൊ ഞാൻ എടുത്തത്, അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അയാൾ നിലവിളിച്ചു പോകുമെന്നാ പറയുന്നത്, ഇത്ര വേദന. അപ്പൊ ഞാൻ ഡെലീരിയം പെയിൻ ഫ്രം എന്നുള്ള റൂബ്രിക്കാണ് എടുത്തത്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, മൈൻഡിൽ തന്നെ, ഇതെല്ലാം മൈൻഡിലാണ്. മൈൻഡിൽ കോൺസ്റ്റിപ്പേഷൻ അഗ്രിവേഷൻ എടുത്തു. പിന്നെ ഡെലൂഷൻ ഡിപ്രസീവ്, അയാള് ഡിപ്രഷനിൽ അങ്ങ് പോവുകയാണ്. അയാളുടെ തോന്നൽ ഞാൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാകുമോ എന്നുള്ളത് തോന്നി. പിന്നെ ആന്റിബയോട്ടിക് കഴിച്ചതിന് ശേഷമാണ് വന്നത്. അപ്പോൾ മെഡിസിൻ, അയാൾ ചില്ലി പേഷ്യന്റ് ആണ്. മെഡിസിൻ വന്ന നക്സോമിക്കയാണ്. ഞാൻ നക്സോമിക്ക 1 കൊടുത്തത്. 1 ഡോസ് അപ്പോഴേ 2 ഡ്രോപ്പ് വായിൽ ഒഴിച്ചു കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് 1 ഡോസ് കഴിക്കാനും കൊടുത്തു, രാത്രി കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ഞാൻ പിൽസ് 1/2 ounce പിൽസ് കൊടുത്ത്. ഞാൻ പറഞ്ഞു 4 വീതം 3, ഈ ഫിഷർ മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് 4 വീതം 3 നേരം വെച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വൈകുന്നേരം എന്നെ എന്തായാലും ഒന്ന് വിളിച്ചു പറയണേ, എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വിളിച്ചായിരുന്നു. ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ ഉച്ചയ്ക്ക് എനിക്ക് കുറച്ചൊന്ന് പോകാൻ സാധിച്ചു, പക്ഷെ തലേന്നത്തെ പോലുള്ള വേദനയില്ല. വേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് മാറിയിട്ടില്ല, വേദന കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ രാത്രി പോയാലേ എനിക്ക് അറിയാനൊക്കുള്ളൂ. ഞാൻ ജോലിക്ക് വന്ന് ജോലി കഴിഞ്ഞ് രാത്രി പോയാലേ എനിക്ക് അറിയാനൊക്കുള്ളൂ. അപ്പൊ രാത്രിത്തെ പൊടി കൂടെ കഴിച്ചോട്ടെ ഡോക്ടറെ, എനിക്കാണെങ്കിൽ അത് കംപ്ലീറ്റ് മാറണമെന്ന് ആഗ്രഹമുണ്ട്. ഡോക്ടർ പൊടി കഴിച്ചാലേ എനിക്ക് കുറയുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഡോക്ടർ അത് കഴിച്ചോട്ടെ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു അത് കഴിച്ചോണ്ട് വെള്ളത്തിൽ കലക്കി കഴിച്ചോളാം. അങ്ങനെ ആ കേസ് അത് ഇനിയൊക്കെ ടൈം എടുക്കും, കാരണം അയാൾക്ക് കൊച്ചിലേ തൊട്ടുള്ളതാണ്. അപ്പൊ അത് സമയം എടുത്തേ മാറത്തുള്ളായിരിക്കും. എന്നാലും ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് അക്യൂട്ട് കേസിൽ നമ്മൾ എപ്പോഴും എക്സൈറ്റിംഗ് കോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്രോണിക് കേസ്. ക്രോണിക് കേസ് ആണെങ്കിൽ ഒത്തിരി ഡ്യൂറേഷനാണ്. പല പല അസുഖങ്ങൾ വന്ന് സപ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്യൂറേഷൻ ആയിട്ടാണ് വരുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും എക്സൈറ്റിംഗ് കോസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. അതിന് പകരം നമ്മൾ ഫണ്ടമെന്റൽ കോസ് എന്ന് പറഞ്ഞാൽ 3 മ്യാസമാണ് ഹനിമാൻ പറയുന്നത്. മ്യാസം ഇറ്റ്സെൽഫ് എന്നാണ് ഹനിമാൻ പറയുന്നത്. ആ ക്രോണിക് മ്യാസം സോറ, സൈക്കോസിസ് ആൻഡ് സിഫിലിസ്. ഇത് ഏത് സ്റ്റേജിലാണ്? അല്ല, സോറോ സൈക്കോട്ടിക് സ്റ്റേജ് ആണോ, അതോ സൈക്കോ സിഫിലിറ്റിക് സ്റ്റേജ് ആണോ, അതോ പ്യുവർ സൈക്കോട്ടിക് സ്റ്റേജ് ആണോ, അതോ പ്യുവർ സിഫിലിറ്റിക് സ്റ്റേജിലാണോ ആ പേഷ്യന്റ് നിൽക്കുന്നതെന്ന് നോക്കണം. ഇതറിയണമെങ്കിൽ ഈ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ നോക്കണം. പേഷ്യന്റ് ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പേഷ്യന്റ് നോക്കണം, ഹിസ് മോറൽ ആൻഡ് ഇന്റലക്ച്വൽ ക്യാരക്ടർ നോക്കണം. നേരത്തെ ഗുരു ഡോക്ടർ പറഞ്ഞ പോലെ അയാളുടെ മൊറാലിറ്റി ശരിയല്ല, ഇന്റലക്ച്വൽ ക്യാരക്ടർ നോക്കണം, ഹിസ് ഓക്യുപ്പേഷൻ നോക്കണം, മോഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, അയാള് ജീവിക്കുന്നത് എങ്ങനെയാണ്, വെള്ളമടിയാണോ, അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഹിസ് സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, സൊസൈറ്റിയുമായിട്ടുള്ള അയാളെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അത് ചോദിച്ച് മനസ്സിലാക്കണം. അതിന്റെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീട്ടിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ചോദിക്കണം. അയാളുടെ ഏജ് ചോദിക്കണം,
അയാളുടെ സെക്ഷൽ ഫങ്ഷൻസും ചോദിച്ചിരിക്കണം. അത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹനുമാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഇത്രയും കൺസിഡർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സിമിഡിയം എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാനുണ്ട്. നമ്മള് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടറിനെ പോലെയാണ്. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്ങിന്റെ മൈൻഡാണ് സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ്. പിന്നെ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുത്തെങ്കിലേ ഔട്ട്പുട്ട് വരുള്ളൂ. അതുപോലെ ഹ്യൂമൻ ബീയിങ്സിനും ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ട്സും ഉണ്ട്. അപ്പൊ മനുഷ്യന് ഉള്ള ഇൻപുട്ട് 5 ഇൻപുട്സ് ആണ് ഉള്ളത്. അതാണെന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 5 സെൻസസ് ആണ് 5 ഇൻപുട്സ് എന്ന് പറയുന്നത്. ആൻഡ് 5 ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയങ്ങളാണ്, കർമ്മം ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങൾ. അപ്പൊ 5 ഇൻപുട്സ് അല്ലെങ്കിൽ 5 സെൻസസിന് ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന സെൻസസ് വയറ്റിനകത്ത് കുഞ്ഞ് കിടക്കുമ്പോ, ഫീറ്റസ് കിടക്കുമ്പോ ആദ്യത്തെ 4 മാസത്തിനകത്ത് അതിന്റെ ഫീറ്റസിന്റെ എല്ലാ സ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യും, എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞാൽ 4 മാസത്തിനകത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്, പക്ഷെ ജീവൻ വയ്ക്കൂല. പക്ഷെ 4 മാസം കഴിഞ്ഞാൽ എവിടെന്നോ ജീവൻ വരും. അത് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജീവൻ വരുന്നത് ഡാർക്ക് എനർജിയിൽ നിന്നാണ്, വൈറ്റൽ ഫോഴ്സ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ ജീവൻ എവിടെന്നോ വരും. ജീവൻ ആ ലൈഫ് ഫോഴ്സ് വരും, ജീവൻ വെക്കും. ജീവൻ വെക്കുമ്പോ ഹാർട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന സെൻസസ് എന്ന് പറയുന്ന ഹിയറിംഗ് ആണ്, കേൾവിയാണ് ആദ്യത്തെ കൊച്ചിന്റെ സെൻസസ്, ആ ഫീറ്റസിന്റെ. അത് പണ്ട് ഈ മഹാഭാരതം വ്യാസൻ എഴുതിയപ്പോഴ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയപ്പോഴ്, സുഭദ്രയുടെ വയറ്റില് അഭിമന്യു കിടക്കുന്നു. സുഭദ്ര പ്രഗ്നന്റ് ആണ്, 4.5 മാസം കഴിഞ്ഞതാണ്. അർജുനന്റെ മടിയിൽ കിടക്കുന്നു. സുഭദ്രയുടെ സഹോദരനായ കൃഷ്ണൻ ഇരുന്ന് എങ്ങനെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ പത്മവ്യൂഹം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറയുന്നു. ഇത് സുഭദ്രയും കേൾക്കുന്നു. മയങ്ങയാണ്, കിടക്കുകയാണ്, പക്ഷെ കേട്ടോണ്ടിരിക്കുകയാണ്. അത് ഈ കുഞ്ഞെടുക്കുന്നുണ്ട്. കുഞ്ഞ് അത് ശ്രവിക്കുന്നുണ്ട്. അത് ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ സുഭദ്ര കംപ്ലീറ്റ് അങ്ങ് ഉറങ്ങിപ്പോയപ്പോ പിന്നെ ബാക്കി അത് വെളിയിറങ്ങേണ്ട എങ്ങനെയാണെന്ന് അഭിമന്യുവിന് കേൾക്കാൻ പറ്റിയില്ല. അഭിമന്യു അകത്ത് കയറുന്നു, ഇത് ഫോം ചെയ്യുന്നത് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത്, അപ്പൊ നമ്മുടെ പൂർവികരായിട്ടുള്ള ഈ എഴുതിയ സന്യാസിമാരൊക്കെ എത്ര ഭയങ്കര നോളജ് ഉള്ളവരായിരുന്നെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പൊ അന്നേ പറയുന്നുണ്ട് ഹിയറിംഗ് ഈസ് ദ ഫസ്റ്റ് സെൻസ് ഓർഗൻ ആണ് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ ടച്ചാണ്. ടച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞ് അനങ്ങുമ്പോഴ്, നമ്മൾ വയറ്റിലിങ്ങനെ സ്ലോയിൽ തടവുമ്പോഴ് കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ്. അയ്യോ എന്നെ ടച്ച് ചെയ്യുന്നു, എന്റെ അമ്മ എന്നെ ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്നേഹമുള്ള ടച്ച് ചെയ്യുന്ന കുഞ്ഞിനെ അറിയാൻ സാധിക്കും. ഇറ്റ്സ് സെൻസിറ്റിവിറ്റിയാണ്, കുഞ്ഞിന്റെ സെൻസിറ്റിവിറ്റി വെച്ച് കൊച്ചറിയും എന്നെ ടച്ച് ചെയ്യുന്നു. ഹാർഡ് ടച്ച് അറിയും, ബ്ലോ കിട്ടുന്നെങ്കിൽ അറിയും. ചില കുട്ടികൾ ബ്ലോ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ഭയങ്കരമായിട്ട് സോമർസാൾട്ട് പോലെ കട്ടം നട്ടിക്കും. ദാറ്റ് ഈസ് ആ മെഡിസിനെ തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള മെഡിസിൻ ആയിരിക്കും. ലൈക്കോപോഡിയം പോലെയുള്ള മെർക്കുറിയസ് ആയിട്ടുള്ള റെമഡി ആയിരിക്കും. ചിലർക്ക് ബ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി അനങ്ങത്തില്ല. ചിലർ പറയില്ലേ, ഈ അനക്കം വെച്ചിട്ട് ഇപ്പൊ അനങ്ങുന്നില്ല എന്ന അമ്മമാര് പറയും. എന്ന് പറഞ്ഞാൽ കൊച്ചു പേടിച്ച് ഒതുങ്ങി അതിനകത്ത് കൂടിനകത്ത് കിടക്കുകയാണ്, അനങ്ങണ്ട എന്നും പറഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ അപ്പോഴും മനസ്സിലാക്കാൻ ആ കുട്ടി ടിമിഡ് കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആ ഓരോന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് സ്മെല്ലാണ്. അടുത്ത ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിനകത്ത് തന്നെ സ്മെല്ല് ഡെവലപ്പ് ചെയ്യും. കുഞ്ഞിനെ അറിയാൻ സാധിക്കും, അമ്മയുടെ സ്മെല്ല് അറിയാൻ സാധിക്കും, ബാഡ് സ്മെല്ല് അറിയാൻ സാധിക്കും, ഒഫൻസീവ് സ്മെല്ല് അറിയാൻ സാധിക്കും. അതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും എങ്ങനെയാണെന്നുള്ളത്. അത് അത്രയും സെൻസിറ്റീവ് ആണ് കുഞ്ഞുങ്ങൾ. പിന്നെ വിഷനും ടേസ്റ്റും വരുന്നത് ജനിച്ച് കഴിഞ്ഞിട്ടാണ്. വിഷൻ എന്ന് പറയുമ്പോൾ കാഴ്ച വയ്ക്കുന്നത് വെളിയിൽ വന്നാലേ കുഞ്ഞിന് കണ്ണ് തുറന്ന് കാണാനൊക്കുള്ളൂ. ടേസ്റ്റ് അമ്മയുടെ മുലപ്പാല് കുടിക്കുമ്പോൾ ടേസ്റ്റും അറിയുന്നു. ഇങ്ങനെയാണ് അതെല്ലാം. അപ്പൊ ഒരു ഓർഗാനിസം സർവേ ചെയ്യണമെങ്കിൽ ഈ സെൻസസ് ആവശ്യമാണ്. ഓൾ 5 സെൻസസിന് സെൻസിറ്റിവിറ്റി ഉണ്ട്. വെൻ സെൻസിറ്റിവിറ്റി സെൻസസ് ഈസ് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അക്യൂട്ട് ഡിസീസോ അല്ലെങ്കിൽ അത് ക്രോണിക് ഡിസീസോ ആയിട്ട് മാറാൻ സാധിക്കും. കണ്ടിന്യൂസ്
ഇറിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ക്രോണിസിറ്റിയിൽ പോകും. അക്യൂട്ട് ആണെങ്കിൽ പെട്ടെന്ന് ഉള്ള ഒരു ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആ സ്ത്രീക്ക് അവരെ ഹസ്ബൻഡ് കാണിച്ച ആക്ഷൻ കണ്ടിട്ട് അവരുടെ, പക്ഷെ അത് മൈൻഡിലാണ് കുട്ടിക്ക് ആ സ്ത്രീക്ക് വന്നത്, ഓണർ ഊണ്ടറ്റ് എന്നുള്ളത് മൈൻഡിലാണ് വന്നത്. അപ്പൊ ഇത് സെൻസത്തിൽ കൂടെയാണ് നമ്മൾ ഇൻപുട്സ് എല്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ ചെവിയിൽ കൂടെ കേട്ടതാണ് പുള്ളിക്കാരി എടുത്തത്. എന്റെ ഓണറിനെ ഊണ്ട് ചെയ്യുന്നെന്ന് അവര് ഹിയറിങ്ങിലൂടെ കേട്ടിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇൻപുട്ടിൽ കൂടെ ഏതും കിട്ടത്തുള്ളൂ. 5 ഔട്ട്പുട്ട്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ് ഒന്നാമത്തെ. ഇത് റിമൂവൽ ഓഫ് സോളിഡ് വേസ്റ്റ് കളയുന്നത് സ്റ്റൂളിൽ കൂടെയാണ് കളയുന്നത്. റിമൂവൽ ഓഫ് ലിക്വിഡ് വേസ്റ്റ് കളയുന്ന യൂറിനിൽ കൂടെയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടെയും പെർസ്പിറേഷനിൽ കൂടെയും സേബത്തിൽ കൂടെയും കളയും. പിന്നെ നെക്സ്റ്റ് അതാണ് ഒന്നാമത്തെ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ് ഔട്ട്പുട്ട്. ഫസ്റ്റ് കർമ്മേന്ദ്രിയ എന്ന് പറയുന്നത്. സെക്കൻഡ് കർമ്മേന്ദ്രിയ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. അത് നമുക്ക് ആവശ്യമാണ്. ജനറേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു സ്പീഷീസ് ഡെവലപ്പ് ഉണ്ടാകണമെങ്കിൽ, ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് എസെൻഷ്യൽ. അപ്പൊ അവിടെ വരുന്നത് ആണുങ്ങൾക്കാകുമ്പോ സെവനാണ്, പെണ്ണുങ്ങൾക്കാകുമ്പോ മെൻസസ്. യഥാർത്ഥത്തിൽ കൺസെപ്ഷൻ നടന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് വളരാനുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്ന ഒരു ബെഡാണ് ഈ മെൻസസ് എന്ന് പറഞ്ഞ ബ്ലഡ്. തേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന വോയിസ് ആണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഭയങ്കര ഹൈ പിച്ച്ഡ് വോയിസിലായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ സ്പീഡിന് സംസാരിക്കുന്ന, അതെന്ന് പറഞ്ഞാൽ എനർജിയാണ്. ആ എനർജി എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. ആ എനർജി ഇത് പറയുന്ന, ഞാൻ ഉദാഹരണം പറയാനായിട്ട്, ഞാൻ ആദ്യത്തെ ക്ലാസ് എടുത്ത ഭയങ്കര സ്പീഡായിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു. ആരും ശ്രദ്ധിക്കാനേ പറ്റില്ല എന്താണ് പോകുന്നതെന്നാണ്. അപ്പൊ ഒരു ഡോക്ടർ എന്നെ വിളിച്ച്, ഇത് കഴിഞ്ഞ ശേഷം വിളിച്ച്, എന്തോ ഡോക്ടറെ ഈ കാണിക്കുന്നത്, എന്തോന്ന് പറയുന്നത്, ഇങ്ങനെ എവിടെ പാഞ്ഞ് ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് പോലെ പോകുന്നു. അവര് റിയാക്ട് ചെയ്ത് അങ്ങനെയാണ്. അതേസമയം വേറെ 2-3 ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, പക്ഷെ അത്ര സ്പീഡ് കൂടിപ്പോയി. അപ്പൊ ഇതാണ് ഓരോ വ്യക്തിത്വത്തിന്റെയും സെൻസിറ്റിവിറ്റി ഓരോ തരത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സെൻസിറ്റിവിറ്റിയുടെ വ്യത്യാസം ഇതുപോലെയാണ്. അപ്പൊ നമ്മൾ സെൻസിറ്റിവിറ്റി അറിയുന്ന ഈ രീതിയിൽ. പിന്നെ അപ്പർ എക്സ്ട്രിമിറ്റീസ് ആണ് അടുത്ത ഔട്ട്പുട്ട്. അപ്പർ എക്സ്ട്രിമിറ്റീസ് എന്തിനാണ്? ഫൈൻ ആസ് വെൽ ആസ് സ്പോർട്സ് ആക്ടിവിറ്റിക്കാണ് അപ്പർ എക്സ്ട്രിമിറ്റീസ് യൂസ് ചെയ്യുന്നത്. ലോവർ എക്സ്ട്രിമിറ്റി പെർഫോമൻസ് അല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 5 ഇൻപുട്സ് ഓർ 5 സെൻസസ് റിലേറ്റഡ് ടു അവർ യൂണിവേഴ്സൽ പഞ്ചതത്വമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ 5 സെൻസ് ഇൻപുട്സ് എന്ന് പറയുന്നത് നമ്മുടെ 5 അല്ലെങ്കിൽ 5 സെൻസസ് എന്ന് പറയുന്ന നമ്മുടെ യൂണിവേഴ്സൽ ആയിട്ടുള്ള പഞ്ചതത്വമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ നേച്ചേഴ്സ് 5 എലമെന്റുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. അത് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ആകാശ് ഓർ സ്പേസ് ഓർ ഈതർ. അവിടെ വായു ഇല്ല. ആകാശ് ഓർ സ്പേസ് ഓർ ഈതർ എന്ന് പറയുന്നത് നമ്മുടെ എനർജി അവിടെ നിന്നാണ് വരുന്നത്. ലൈഫ് ഫോഴ്സ് വരുന്നത് അവിടെ നിന്നാണ്. വൈറ്റൽ ഫോഴ്സ് വരുന്നത് അവിടെ നിന്നാണ്. അതിനെയാണ് നമ്മൾ സൗണ്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ, ജലദോഷം വരികയോ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സൗണ്ട് പോകും നമ്മുടെ. എന്നുവെച്ചാൽ നമ്മുടെ എനർജി അവിടെ ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ സൗണ്ട് കുറയുന്നത്. അത് ഏത് അസുഖം വന്നപ്പോഴും നമ്മുടെ സൗണ്ടിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലോസ് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ വീക്ക് ആയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അടുത്ത പഞ്ചതത്വയിലുള്ള നേച്ചേഴ്സ് 5 എലമെന്റ് എന്ന് പറയുന്നത് എയർ ഓർ അറ്റ്മോസ്ഫിയർ ആണ്. അത് എർത്തിന്റെ ചുറ്റും ഒരു 60 മൈലിലേ ഉള്ളു. എർത്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അറ്റ്മോസ്ഫിയർ 60 മൈലേ ഉള്ളു. അത് റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ മൈൻഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന മൈൻഡാണ്. അത് കഴിഞ്ഞാല് വാട്ടർ ആണ്. നമുക്ക് നമ്മുടെ ശരീരത്തിലും 80% അല്ലെങ്കിൽ 78 to 80% വാട്ടർ ആണ്. വാട്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന തേഴ്സ്റ്റ് ആണ്. നമ്മൾ തേഴ്സ്റ്റ്, അതുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് തേഴ്സ്റ്റ് ഇത് പോകും, സെന്റർ പോയി നമുക്ക് ദാഹിക്കുന്നു എന്ന് പറയും. അടുത്തത് ഫയർ ആണ്. ഫയർ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന തെർമൽസ് ആണ്. നമ്മൾ ചില്ലി പേഷ്യന്റ് ആണോ, ഹോട്ട് പേഷ്യന്റ് ആണ്, അല്ലെ ആംബി തെർമൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന അതിൽ കൂടെയാണ്. അടുത്തത് ലാസ്റ്റിലുള്ളതാണ് നമ്മുടെ എർത്ത്, ഭൂമി. ഭൂമിയെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ബോഡിയാണ്. അപ്പൊ നമ്മുടെ ബോഡി ഭൂമിയാണ്. ഫയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമൽസ് ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേസ്റ്റ് ആണ്. അറ്റ്മോസ്ഫിയർ ഓർ എയർ ഓർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. ആകാശം അല്ലെങ്കിൽ സ്പേസ് ഓർ ഈതർ എന്ന് പറയുന്നത് നമ്മുടെ എനർജിയാണ്, നമ്മുടെ ജീവൻ.
ജീവൻ എവിടെ പോകുന്ന ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണാല് എന്റെ എനർജി എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞൂടാ. അതവിടെ സ്പേസിൽ പോയി കഴിഞ്ഞു. അപ്പൊ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എടുക്കാനൊക്കില്ല. അതൊരു ഒരു ആത്മാവങ്ങ് പോയെന്നുള്ളതാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും 3 ഗുണങ്ങളുണ്ട് കേട്ടോ. ഏത് ജീവജാലം എടുത്താലും 3 ഗുണമുണ്ട്. ദാറ്റ് ഈസ് സത്വഗുണം, രജോ ഗുണം ആൻഡ് തമോ ഗുണം. ഇത് തന്നെയാണ് നമ്മുടെ ഹനുമാൻ പറഞ്ഞിട്ടുള്ള സോറ, സൈക്കോസിസ് ആൻഡ് സിവിലിസ്. ഡിസീസ് അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ നമ്മുടെ സത്വഗുണമാണ് സോറ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ലൈഫ് ഓർ സർവൈവൽ ഓഫ് സെൽഫ് സർവൈവൽ ഓർ ജീൻസിൽ കൂടെയാണ് സോറ വരുന്നത്. അതാണ് ഹനുമാൻ പറഞ്ഞ ജനറേഷൻ ടു ജനറേഷൻ സോറ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പക്ഷെ ഹനുമാൻ അത് ഡിസീസ് ആയിട്ടാണ് പറഞ്ഞത്, ഇച്ച് വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ സത്വഗുണം നമ്മൾ ഹിന്ദു മിത്തോളജി വഴി പറയുന്നുണ്ട് 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം എന്ന് പറയുന്നത് സോറയാണ്. രജോ ഗുണം ഓർ സൈക്കോസിസ് അത് നമുക്ക് ആവശ്യമാണ്. ഈ ഗുണങ്ങൾ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒക്കില്ല. ഒരു ജീവജാലത്തിന് ഈ 3 ഗുണങ്ങളും ഉണ്ടായിരിക്കണം. സത്വഗുണമാണ് ലൈഫ് കിട്ടണം. ലൈഫ് കിട്ടണമെങ്കിൽ ലൈഫ് എനർജി കിട്ടണമെങ്കിൽ സത്വഗുണം ഉണ്ടായിരിക്കണം, സോറ ഉണ്ടായിരിക്കണം. രജോ ഗുണം സൈക്കോസിസ് എന്തിനാണ്? ബർത്ത് അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജനറേഷൻ ഉണ്ടാക്കാനായിട്ട് രജോ ഗുണം ഉണ്ടായിരിക്കണം, സൈക്കോസിസ് ഉണ്ടായിരിക്കണം. തമോ ഗുണം ഓർ സിഫിലിസ്, ഡിസ്ട്രക്ഷൻ ഓർ ഡെത്ത്. ജനനം ഉണ്ടെങ്കിൽ എവിടെയും മരണമുണ്ട്. ഭൂമിയും മരിക്കാൻ പോകുന്നെന്ന് പറയുന്നത് എത്രയോ വർഷം കഴിഞ്ഞാൽ. ഇപ്പൊ സയന്റിസ്റ്റുകൾ നാസയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സൂര്യനും മരിക്കാൻ പോകുന്ന എത്രയോ കോടി വർഷം കഴിയുമ്പോൾ സൂര്യനും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന നല്ലൊരു ഇറയിലാണെന്ന് വിചാരിക്കണം. കാരണം പഴയ കാര്യങ്ങളും നമുക്ക് കിട്ടി, പുതിയതായിട്ടുള്ള ഈ പുതിയ ജനറേഷന്റെ കാര്യങ്ങളും നമ്മൾ അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗുണങ്ങൾക്ക് എന്തെങ്കിലും ഹർട്ട് ഓർ ട്രോമ ഉണ്ടാകുകയാണെങ്കിൽ ഈ 5 ഇൻപുട്സിൽ കൂടെ, കാഴ്ചയിൽ കൂടെയോ കേൾവിയിൽ കൂടെയോ അല്ലെങ്കിൽ ടച്ചിൽ കൂടെയോ അല്ലെങ്കിൽ ടേസ്റ്റിൽ കൂടെയോ ഇങ്ങനെ ഏതെങ്കിലും ഇതിൽ കൂടെ 5 സെൻസസിൽ ഏതെങ്കിലും കൂടെ നമുക്ക് ഒരു സെൻസിറ്റിവിറ്റിയെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസീസ് കണ്ടീഷനിലോട്ട് പോകും. അതാണ് കോസസ് അക്യൂട്ട് ഡിസീസ്. അക്യൂട്ട് ഡിസീസ് ആകുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ എടുക്കുന്നത് എക്സൈറ്റിംഗ് കോസ് എടുക്കണം, ആസ് വെൽ ആസ് അക്യൂട്ട് ഡെലൂഷൻ ഓർ അക്യൂട്ട് ഡെലീറിയം എടുക്കണം. ഇതെല്ലാം റിയാക്ഷൻസ് ആണ്. അക്യൂട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ സോറിക് ഡിസീസ്. അത് അലോപ്പതിക്കാർ പറയുന്നത് എന്താണ്? സോറിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത്. ഏത് ഡിസീസ് തുടങ്ങുമ്പോഴും ആദ്യം ഇൻഫ്ലമേഷൻ ആണ്. അതിന് 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്: കാലർ, റൂബർ, ഡോളർ, ട്യൂമർ ആൻഡ് ലോസ് ഓഫ് ഫങ്ഷൻ. അപ്പൊ ആദ്യ സോറിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഡിസീസ് ഓർ ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ. അത് മൈൻഡിലെ ഇൻഫ്ലമേഷൻ വരാം. അപ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്ന. ദേഷ്യം വരും, ചിലർ പേടിക്കും, പേടിച്ചിട്ടായിരിക്കും നമുക്ക് അസുഖം വരുന്നത്. അല്ല, ചിലരാണെങ്കിൽ ഗ്രീഫിൽ നിന്നായിരിക്കും അസുഖം വരുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് വരുന്നത്. ആ മൈൻഡിൽ കൂടെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കലി വരുമ്പോഴത്തേക്ക് ഇൻഫ്ലമേഷൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ അപ്പൊ സോറിക് ഡിസീസ് എല്ലാം ഫിസിയോളജിക്കൽ ഡിസീസ് ആണ് ഓർ ഫങ്ഷണൽ ഡിസീസ് ആണ്. അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിറേഞ്ച്മെന്റ് ഉണ്ടാകുക അല്ലെങ്കിൽ ബയോകെമിക് ഡിറേഞ്ച്മെന്റ് വരികയാണെങ്കിൽ ഫിസിയോളജിക്കലായ ഡിഫൻസ് റെസ്പോൺസ് ഉണ്ടായിരിക്കും. അത് ഒൺലി ഫങ്ഷന് മാത്രമേ ഇതുണ്ടാക്കുകയുള്ളൂ, ഡിറേഞ്ച്മെന്റ് ഉണ്ടാക്കുകയുള്ളൂ. ഒരിക്കലും സ്ട്രക്ചറൽ ഡിറേഞ്ച്മെന്റ് ഉണ്ടാക്കുന്നില്ല സോറിക് ഡിസീസ്. അതുകൊണ്ടാണ് അത് അക്യൂട്ട് ഡിസീസസ് എന്ന് പറയാനുള്ള കാര്യം. കാരണം സഡൻ ഓൺസെറ്റ്, ട്രാൻസിയന്റ് ആയിട്ടുള്ള നിൽക്കും, പിന്നെ സഡൻ ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നത്. അതേസമയം സൈക്കോട്ടിക് ഡിസീസ് എല്ലാം വരുന്നത് മോർഫോളജിക്കൽ കൺസ്ട്രക്റ്റീവ് ഡിഫൻസ് ആണ് വരുന്നത്. മോർഫോളജി, അതിന്റെ ഷേപ്പിന് അല്ലെങ്കിൽ അതിന്റെ സൈസിന് വരുന്ന കൺസ്ട്രക്ട്, അതിനകത്ത് എന്തെങ്കിലും കയറി കുത്തി നിറയ്ക്കുകയാണ്. ഉദാഹരണം പറയാൻ, നമ്മളിവിടെ വീട് കതക് വെച്ചേക്കുന്നു, ജന്നൽ വെച്ചേക്കുന്നു, വാൾ ഉണ്ടാക്കിയേക്കുന്ന എല്ലാം എന്താണ്? നമുക്ക് കള്ളം കയറാതിരിക്കാൻ, അല്ലെങ്കിൽ ശത്രുക്കൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഉള്ള ഒരു ഫസ്റ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ വാള് കൂടുതൽ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്ന വലിയ വീടുകൾ വയ്ക്കും. അപ്പൊ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കും. അതാണ് മോർഫോളജിക്കൽ കൺസ്ട്രക്റ്റീവ് ഡിഫൻസ് എന്ന് പറയുന്നത്.
അത് പലതരത്തിലുണ്ട്. സൈക്കോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡയലറ്റേഷൻ ആയിട്ട് വരാം. ഡയലറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയോമെഗാലി. കാർഡിയോമെഗാലിയിൽ അവിടെ ലെസ് ഫൈബ്രിൻ, പ്രോട്ടീൻ ആയ ലെസ് ഫൈബ്രിൻ ആണ്. ഫൈബ്രിൻ വളരെ കുറയുമ്പോഴാണ് കാർഡിയോമെഗാലി ഉണ്ടാകുന്നത്. അവിടെ സൈക്കോസിസ് ലെസ് ആണ്. അതേസമയം സൈക്കോട്ടിക് ഡിസീസ് ആയ റിലാക്സേഷൻ, ദാറ്റ് ഈസ് പ്രൊലാപ്സ് പോലെ വരുന്ന കണ്ടീഷനിൽ അവിടെ ലെസ് ഇലാസ്റ്റിസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ തള്ളി ഇങ്ങ് വെളിയിൽ പോകും. അവിടെയും സൈക്കോസിസ് ലെസ് ആണ്. അതേസമയം സൈക്കോസിസ് എക്സസ് വരികയാണെങ്കിൽ ഇൻഡ്യൂറേഷൻ, മറ്റേ ഫൈബ്രോയിഡ് യൂട്രസ്, അവിടെ ഫൈബ്രിൻ കൂടുതലായിട്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. എക്സസ് ഓഫ് ഫൈബ്രിൻ വരുമ്പോൾ സൈക്കോസിസ് എക്സസ് ആണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഉണ്ടാകും, സ്റ്റെനോസിസ് ഉണ്ടാകും. അവിടെ എന്താണ്? ഇലാസ്റ്റിസിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പോഴത്തെ സൈക്കോസിസ് എക്സസ്. ഇത് ഫിസിക്കലി ആണ്. മെന്റലി ഇതുപോലെ തന്നെ സംഭവിക്കും കേട്ടോ. മൈൻഡിലും ഇതുപോലെ തന്നെയാണ് ഉണ്ടാകുന്നത് നമുക്ക്. സോ മാസോ എന്ന് പറയുന്നത് എന്താണ്? ഇത്രയേ ഉള്ളു. ഡിഫെൻസീവ് റെസ്പോൺസ് ഓഫ് എ സെല്ലാണ്. ഒരു സെല്ലിന്റെ ഡിഫെൻസീവ് റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ ഡിഫെൻസീവ് റിയാക്ഷൻ ആണ് മാസോ എന്ന് പറയുന്നത്. നമുക്ക് ഒരു അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന ആ റിയാക്ഷനെയാണ് പറയുന്നത് മാസോ എന്ന് പറയുന്നത്. ഇനി ഹനിമാൻ ഫുട് നോട്ട് 9 പറയുന്നുണ്ട്, മോസ്റ്റ് സിവിയർ ഡിസീസസ് മേ ബി, മോസ്റ്റ് സിവിയർ എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കരമായിട്ട് സിവിലിറ്റിക് ഡിസീസ് മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ സഫിഷ്യന്റ് ഡിസ്റ്റർബൻസ് ഓഫ് വൈറ്റൽ ഫോഴ്സ് ത്രൂ ഇമാജിനേഷനിൽ കൂടെയാണ്, അല്ലെങ്കിൽ ഡെലൂഷനിൽ കൂടെയാണ്, അല്ലെങ്കിൽ പെർസെപ്ഷനിൽ കൂടെയാണ്. അതിനെ ക്യൂർ ചെയ്യണം. ആൻഡ് ഓൾസോ ക്യൂർഡ് ബൈ ദ സെയിം മീൻസിൽ കൂടെ തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. ഈ ഡെലൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഭയങ്കരമായ സിവിയർ ഡിസീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സഫിഷ്യന്റ് ഡിസ്റ്റർബൻസ് ഓഫ് വൈറ്റൽ ഫോഴ്സിനെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഈ ഡെലൂഷനെ പറ്റി സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ബ്രൂയിസ് ലിപ്റ്റൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നത് എവരി ഹ്യൂമൻ ബീയിങ് ഈസ് കൺട്രോൾഡ് ബൈ ജീൻസ് ആണ്. ഏത് ഹ്യൂമൻ ബീയിങ്ങിനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻസിലുള്ള DNA ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് എ സെല്ല്, അല്ലെങ്കിൽ ക്രോമസോമിനകത്തിരിക്കുന്ന ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഈ ജീൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ബൈ ഇൻഡിവിജ്വൽ അക്വയർഡ് മോർബിഡ് തോട്ട് ആണ്, ഓർ പെർസെപ്ഷൻ ആണ്. ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ ആണ്. ഓരോരുത്തരുടെയും പെർസെപ്ഷൻ ഓരോ രീതിയിലായിരിക്കും. അത് നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കണം, ആ പെർസെപ്ഷൻ എങ്ങനെയാണ്. അപ്പൊ ജീൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ജീൻസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ ഹ്യൂമൻ ബീയിങ്ങിനെ. പക്ഷെ ഈ ജീൻസിനെ കൺട്രോൾ ചെയ്യുന്നത് പെർസെപ്ഷൻ ആണ്. നമ്മുടെ പെർസെപ്ഷൻ ആണ് ജീൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡെലൂഷന് റെപ്പർട്ടറിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഈ ഡെലൂഷനെ എടുത്ത് ജീൻസ് എന്ത് ചെയ്യും? ജസ്റ്റ് ബ്ലൂ പ്രിന്റ് ദാറ്റ് ഡിറേഞ്ചസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഡിറേഞ്ച് ചെയ്യും. നമ്മുടെ ഇപ്പൊ ദേഷ്യം വരുമ്പോഴത്തേക്ക് അഡ്രിനാലിന് നോർ അഡ്രിനാലായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം സങ്കടം വരുമ്പോഴത്തേക്ക് സെറട്ടോണിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ഡിസീസ് ആയിട്ട് ഇതില് ഡെറേഞ്ച്മെന്റ് ഉണ്ടാക്കും. അത് ജീൻസിനെ ഡെറേഞ്ച് ചെയ്യും. ആ ജീൻസ് അത് പ്രകടിപ്പിക്കും. അത് റിയാക്ഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജീൻസ് മേഡപ്പ് ബൈ DNA ആണ്. അപ്പൊ അതുകൊണ്ട് DNA 2 തരത്തിലാണ് വരുന്നത്. കൺജനിറ്റൽ ഓർ ഇൻഹെറിറ്റഡ് മോർബിഡ് തോട്ട് പ്രോസസ് ഉണ്ടാകും. അതാണ് കൺജനിറ്റൽ. ഹലോ, കേൾക്കാമോ? കുറച്ച് സമയം ഞങ്ങൾ ഒന്നും കേട്ടില്ലായിരുന്നു അല്ലേ? ജീൻസിന്റെ കാര്യം അല്ലേ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് അത് ജീൻസിനെ ബാധിക്കും. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഡിറേഞ്ച്മെന്റ് വരും. അത് കഴിയുമ്പോഴത്തേക്ക് ജീൻസിനെ ബാധിക്കും. ജീൻസ് അത് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വെളിയിലോട്ട് കാണിക്കും. അപ്പൊ കൺജനിറ്റൽ ഡിസീസസ് ഒക്കെ വരുന്ന MR പോലുള്ള ഡിസീസ്, അല്ലെങ്കിൽ ഇത് സെർബൽ പാൾസി, അല്ലെങ്കിൽ ഓട്ടിസം പോലുള്ള കേസുകൾ, ഇങ്ങനെയുള്ള കേസുകളെല്ലാം വരുമ്പോൾ നമ്മൾ ആദ്യം അമ്മയുടെ പ്രഗ്നൻസി ഹിസ്റ്ററി ഇമ്പോർട്ടൻസ് ആണ്. അതിന് കിട്ടുന്നില്ലെങ്കിൽ ഒന്നുമില്ല, പെർസെപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അച്ഛൻ്റെ അത് ചോദിക്കണം. അച്ഛൻ്റെ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. അല്ലെങ്കിൽ അവരുടെ ആൻസിസ്റ്റേഴ്സിൽ എന്തെങ്കിലും
അവര് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ദുഷ്കർമ്മത്തിന്റെ ഫലമായിരിക്കും ഈ കുഞ്ഞ് അനുഭവിക്കുന്നത്. ഇപ്പൊ ക്യാൻസർ പോലുള്ള കണ്ടീഷൻ, കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ ക്യാൻസർ ആകുന്നു, അല്ലെങ്കിൽ കണ്ണിന് ടെററ്റോമ പോലുള്ള കണ്ടീഷൻ, ഇതൊക്കെ വരാനായിട്ട് ആ ജീൻസിൽ കൂടെയാണ് അത് വരുന്നത്. അപ്പൊ ആ ജനറ്റിക് പെർസെപ്ഷനിൽ കൂടെയാണ് വരുന്നത്. ഈ ബ്രൂയിസ് ലിപ്റ്റൺ പറയുന്ന പെർസെപ്ഷൻ, ഫാൾട്ട് പെർസെപ്ഷൻ വന്നെങ്കിൽ മാത്രമേ ഈ ഡിസീസ് ഉണ്ടാവുകയുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ ഫാൾട്ട് പെർസെപ്ഷൻ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് റെമഡിയിൽ എത്താൻ സാധിക്കും. അതേസമയം അക്വയർഡ് മോർബിഡ് തോട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ ഒരു മെച്ചർ ആയി കഴിഞ്ഞാൽ, ഒരു ഹ്യൂമൻ ബീങ് മെച്ചർ ആയി കഴിഞ്ഞാൽ അപ്പോഴേ ഡിസീസ് വരികയാണ്, ഏതെങ്കിലും ഡിസീസ് വരികയാണെങ്കിൽ അവരുടെ പെർസെപ്ഷൻ എടുക്കണം. അവിടെ അവരുടെ പെർസെപ്ഷൻ ആണ് എടുക്കേണ്ടത്. അതേസമയം കുട്ടികൾ മെച്ചർ ആകുന്നതിന് മുമ്പുള്ള എന്ത് ഡിസീസ് വന്നാലും അവിടെ ഒന്നുകിൽ അമ്മയുടെ പ്രഗ്നൻസി ഹിസ്റ്ററി എടുക്കണം, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛന്റെ, കൊച്ചിന്റെ അച്ഛന്റെ ഹിസ്റ്ററി എടുക്കണം, അല്ലെങ്കിൽ അവരുടെ ആൻസിസ്റ്റേഴ്സിന്റെ ഹിസ്റ്ററി എടുത്തിട്ട് അതിൽ ഏത് പെർസെപ്ഷൻ ആണ് വന്നത്, അല്ലെങ്കിൽ ഏത് ഡെലൂഷൻ ആണ് വന്നത്, അതായിരിക്കും ഈ കുട്ടിയെ ബാധിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി അവിടെ വന്നു, അത് ഈ കുട്ടിയെ ബാധിച്ച് ജീൻസിൽ കൂടെ വന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാണ്. അപ്പൊ അത് തീർന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മോർബിഡ് ഫിനോമിന എന്ന് പറഞ്ഞാൽ മോർബിഡ് ജീൻസ് ആണ്. ഫ്രം റോങ് തോട്ട് പ്രോസസ്സിൽ കൂടെ അത് വരുവുള്ളൂ, ജീൻസ് മോർബിഡ് ആവുകയുള്ളൂ. ഫ്രം ഫാൾസ് പെർസെപ്ഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ റിസീവ്ഡ് ഫ്രം 5 individual senses കൂടെയാണ്, ഇൻപുട്സിൽ കൂടെയാണ് വരുന്നത്. 5 individuals, that is called imagination or perception or delusion, that influence internal dynamics or neurotransmitters and changes biochemistry or functional arrangement of an organism, that is acute diseases. This will be prolonged thought process ആയിട്ടാണ് വരുന്നത്, turn into structural changes of the body, that is tissue addition ആയിരിക്കാം, അല്ലെങ്കിൽ tissue destruction ആയിരിക്കും. അപ്പൊ സിഫിലിറ്റിക് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക് വരുന്നതെന്ന് പറയുന്നത് സിഫിലിസ് ആണ്. ഡിസ്ട്രക്റ്റീവ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അൾസറേഷൻ ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നെക്രോസിസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ ഇത് വരുന്നു, കുഷ്ഠം, മറ്റേ ലെപ്രസി വരുന്നു. ലെപ്രസി വരുമ്പോ തന്നെത്താൻ തന്നെ ആവശ്യമില്ലാത്ത ഓർഗൻസ് വെറുതെ പൊഴിഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡ്രൈ ഗാംഗ്രീൻ വരുന്നു, കാലിന്റെയും കൈയുടെ ആവശ്യമില്ലാത്ത എല്ലാം പൊഴിഞ്ഞു പോവുകയാണ്. അത് ബോഡിയുടെ ഡിഫൻസീവ് മെക്കാനിസം ആണ്, ഡിഫൻസീവ് റിയാക്ഷൻ ആണ്. ഇത് ആവശ്യമില്ല, ഇനി കളയുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നെക്രോസിസ് എന്ന്. അപ്പോട്ടോസിസ് എന്ന് പറഞ്ഞാല് ഡിഫോമിറ്റീസ്. ചില കുട്ടികൾ ഡിഫോമിറ്റീസ് ആയിട്ട് ജനിക്കും, പല ക്ലഫ്റ്റ് പാലറ്റ് അല്ലെങ്കിൽ ലോക്ക്ഡ് ജാ, അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻ ആയിട്ട് ജനിക്കുന്നുണ്ട്. സ്ട്രക്ചറൽ ചേഞ്ചസ്, ഡിഫോമിറ്റീസ് വരികയാണെങ്കിൽ അവിടെയും നമ്മൾ ഈ സിബിലിറ്റിക്ക് ആണ് ആ കുട്ടി എന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് മൈൻഡ് ആയിരിക്കും ആ കൊച്ചിനുള്ളത്. ബോഡിയിൽ കാണിക്കുന്നതാണ് മൈൻഡ് പ്രസന്റ് ചെയ്യുന്ന, മൈൻഡാണ് ഇത്. മൈൻഡ് ഈസ് ദ ബോസ്, ബോഡി ഈസ് ദ സ്ലേവ് ആണ്. അപ്പൊ മൈൻഡ് ഇതിൽ നിന്ന് ബോഡിയിൽ കൂടെ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിയുടെ മൈൻഡ് ഈ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയുടെ മൈൻഡ് ഈ ടൈപ്പ് ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ജനിക്കുന്ന കുട്ടി ഡിഫോംഡ് ആയിട്ട് ഒരു കണ്ണില്ലാതെ ജനിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണ് വരാതിരിക്കാൻ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പെർസെപ്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന്, ആ ഭാഗം എനിക്ക് കാണണ്ട എന്ന് അമ്മ വിചാരിച്ചാലേ കുട്ടിയുടെ പറയും, നീ ആ ഭാഗം ഒന്നും കാണണ്ട, അതുകൊണ്ട് ആ കണ്ണ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് അടുത്ത് കളയാം. അങ്ങനെയാണ് കുഞ്ഞ് കണ്ണില്ലാതെ ജനിക്കുന്നത്. അമ്മയ്ക്ക് ആ തോന്നിയോണ്ടാണ്, അമ്മയുടെ പെർസെപ്ഷനാണ് അത്. അമ്മയുടെ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മയുടെ അടുത്ത് ചോദിക്കണം, അങ്ങനെ എന്നാലേ കിട്ടത്തുള്ളൂ. അപ്പൊ അതെല്ലാം സിബിലിറ്റിക് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ആണ്. അപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളോട് തന്നെ ദേഷ്യം, വൈരാഗ്യം വരും. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ എനിക്കങ്ങ് മരിച്ചാൽ മതി, ഈ എന്താ നമ്മൾ വിചാരിച്ചാൽ മതി, നമ്മുടെ മനസ്സിൽ തന്നെ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയും ഈ നശിച്ച ലോകത്ത് ജീവിച്ച മരിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവം സബ് കോൺഷ്യസ് മൈൻഡ് അതങ്ങ് എടുക്കും. അവർക്ക് മരിക്കണമെന്നാ പറയുന്നത്, എങ്കിൽ ഒരു ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പേഷ്യന്റെ അടുത്ത് പറയുക, നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക. എനിക്ക് കണ്ണും കാതും ഒന്നും ഇല്ലാത്ത എത്രയോ ആളുകൾ ഭംഗിയായിട്ട് ജീവിക്കുന്നു, കാലും കയ്യും ഇല്ലാത്തവർ ജീവിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ അസുഖം വന്നിട്ട് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ മുന്നോട്ട് പോകാൻ എപ്പോഴും മൈൻഡിനോട് പറയാം, സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയാം, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റും.
എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും, അത് ഷുവറാണ്. ദൈവം എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും, ഈക്വൽ ആയിട്ട് തന്നെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ചീത്തയായിട്ടാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതും തിരിച്ചു കിട്ടും. നമ്മൾ ചിന്തിക്കുന്ന പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്നതും പോസിറ്റീവ്നെസ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പേഷ്യന്റിനെ പ്രേരിപ്പിക്കാം. അപ്പൊ അസുഖം കുറഞ്ഞ ആളുകളെ കിട്ടും. അപ്പൊ നമുക്ക് പ്രാക്ടീസ് പറയുമെങ്കിൽ ലോകം പീസ്ഫുൾ ആവില്ലേ? അതല്ലേ വലിയ കാര്യം. അടുത്ത ഞാൻ ഒരു കേസ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒരു സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ആണ് കേസാണ്. ഒരു 42 വയസ്സുള്ള ഒരു മെയിലാണ്. അയാളുടെ സെക്കൻഡ് മാരേജ് ആണ്. ഫസ്റ്റ് മാരേജിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് ഡിവോഴ്സായി. അത് ഡിവോഴ്സ് ആകാനുള്ള കാരണം ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഈ പയ്യൻ 10th ഫെയിൽഡ് ആയിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അന്നോട്ട് തുടങ്ങിയതാണ്. പിന്നെ ഗൾഫിൽ പോയി പോയപ്പോഴ് അപ്പൊ അച്ഛനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമടിയായിരുന്നു, അമ്മയെ കളഞ്ഞിട്ടൊക്കെ അങ്ങ് പോയതാ. ഈ 2 പിള്ളേര്, ഇവന്റെ ചേട്ടനും ഉണ്ട്. അപ്പൊ അവൻ ചേട്ടനെ അച്ഛനെ പോലെയുള്ള ഒരു സ്വഭാവക്കാരനാണ്. അപ്പൊ ഈ മൊത്തം വീട്ടിന്റെ ഉത്തരവാദിത്തം മൊത്തം ഈ പയ്യന്റെ തലയിലാണ് വന്നത്. അപ്പൊ ഇവൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ഒരു വീടൊക്കെ വെച്ച്, ചെറിയ വീടൊക്കെ വെച്ചു. അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖലോലുപ ടൈപ്പാണ്. സ്ത്രീ കാണാനൊക്കെ കൊള്ളാം. അപ്പൊ അങ്ങനെ അവര് ജീവിച്ച് പെട്ടെന്ന് തന്നെ പ്രഗ്നന്റ് ആയായിരുന്നു. അയാള് ഗൾഫിൽ പോയി ഗൾഫിൽ നിൽക്കുമ്പോ അമ്മ സൂയിസൈഡ് ചെയ്തെന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നു. അങ്ങനെ അയാൾ ഓടിപ്പിടിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ചുറ്റുവട്ടത്തുള്ള പറഞ്ഞു ഈ തള്ള സൂയിസൈഡ് ചെയ്യാൻ കാരണം ഈ ഭാര്യയാണ് കുഴപ്പമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയായിട്ട് ഭയങ്കരമായിട്ട് വഴക്കൂടിയപ്പോഴത്തേക്ക് ഭാര്യ അയാളെ കുറെ പറഞ്ഞിട്ട് ഈ കൊച്ചിനെ എടുത്തോണ്ട് അങ്ങ് പോയി. എന്നിട്ട് ഇനി തിരിച്ചു വരുന്നില്ല എന്ന് തോന്നുന്നു. ഒരു പിടിവാശിക്കാരിയായിട്ടുള്ള ഒരു അരഗന്റ് ആയിട്ടുള്ള ഭാര്യയായിരുന്നു എന്ന് തോന്നുന്നു. അയാൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അത് അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അയാൾ ലോൺലി ആയിപ്പോയി, അയാൾ ഒറ്റയ്ക്കായിപ്പോയി. അയാളും കയറി അങ്ങ് തൂങ്ങി, ഈ ചെറുക്കനും കയറി തൂങ്ങി. ഭാഗ്യത്തിന് ആരാ കണ്ട് എന്തായാലും കെട്ടഴിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് അവൻ ഒറ്റയ്ക്ക് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അവനെന്ത് സ്മോക്കിംഗ് അഡിക്ഷൻ ഭയങ്കരമായിട്ട്, ആൽക്കഹോൾ ഉണ്ടായിരുന്നു, അത് പതുക്കെ അവൻ തന്നെ നിർത്തി. പക്ഷെ സ്മോക്കിംഗ് നിർത്താനേ പറ്റുന്നില്ല, ഭയങ്കര അഡിക്ഷനാണ്. ഒരു ദിവസം തന്നെ 10-20 സിഗരറ്റ് വലിക്കും. പക്ഷെ ജോലിക്കൊക്കെ പോകും. അവന്റെ ജീവിതം അത്രയും കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത റൂബ്രിക് എന്ന് പറയുന്നത് അപ്പൊ ഈ ഇപ്പോഴത്തെ അവസാനത്തെ കല്യാണം നടന്നത്, സെക്കൻഡ് മാരേജ് നടന്നത് 1.5 വർഷമായിട്ട് കുട്ടികളില്ല. ലവ് മാരേജ് ആയിരുന്നു. ആ പെൺകുട്ടിക്ക് പ്രായം കുറവാണ്. ഇവന് 42 വയസ്സ്, പെൺകുട്ടിക്ക് 28 വയസ്സേ ഉള്ളു. അപ്പൊ അവര് അപ്പൊ ഈ പെൺകുട്ടിയാ പറഞ്ഞ ഭയങ്കര സ്മോക്കിംഗ് ആണ് ഡോക്ടർ, ഒരു രക്ഷയില്ല, ബാക്കി എല്ലാം നല്ല സ്വഭാവമാണ്, പക്ഷെ എന്താ സ്മോക്കിംഗ് കാരണം പറ്റുന്നില്ല. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്തപ്പോ ഒളിഗോസ്പെർമിയും മോട്ടിലിറ്റി ഒട്ടുമില്ല, സ്പെർമിന് മോട്ടിലിറ്റി ഇല്ല, ഇതാണ് കണ്ടത്. പക്ഷെ ആദ്യത്തേലെ കുട്ടി ഉണ്ടായതാണ്. അപ്പൊ മോട്ടിലിറ്റി കംപ്ലീറ്റ് അങ്ങ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് സ്മോക്കിംഗ് കൊണ്ടാണ്, നിങ്ങൾ സ്മോക്കിംഗ് കുറച്ച് നിങ്ങൾ സ്വയം തന്നെ വിചാരിച്ച് നിർത്തിയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂബ്രിക് എടുത്തത് സൂയിസൈഡൽ ഡിസ്പോസിഷൻ, അത് അവനും ചെയ്തു അവന്റെ അമ്മയും ചെയ്തു. ഹാർമോണി ഡിസയർ ഫോർ, അവന് ഹാർമണിയാണ് ഇഷ്ടം, വീട്ടിൽ ഒരു സമാധാനം വേണം. പിന്നെ ഭയങ്കര സെന്റിമെന്റലാണ്, പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അത് ആ പെൺകുട്ടിയാണ് പറഞ്ഞത്, ഭയങ്കര സെന്റിമെന്റലാണ്. എന്നിട്ട് വെറുതെ ഇരുന്ന് കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ആണ് സ്മോക്കിംഗ് ഭയങ്കര ഉടനെ. അപ്പൊ ഞാൻ കൊടുത്ത മെഡിസിൻ ആദ്യം വന്നത് കാർസിനോസിനാണ്. ഞാൻ കാർസിനോസിന് 1 ഡോസ് കൊടുത്ത്, പിന്നെ ഈ സ്മോക്കിംഗ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടബാക്കം 30 1/2 ounce മെഡിക്കേറ്റഡ് പിൽസ് 4 വീതം 2 നേരം വെച്ച് കഴിക്കാനും കൊടുത്ത്, മോട്ടിലിറ്റി കൂട്ടാനായിട്ട് PL കൊടുത്തിട്ട് ഇത് കൊടുക്കുന്നത് ഞാൻ 6/6/24 ഈ വരുന്നത്, ഈ ഇത് വരുന്നത്. പിന്നെ 19/6 വീണ്ടും വന്നു. അപ്പൊ മരുന്ന് തീരാറായി. അപ്പൊ ഞാൻ 20/6 ഞാൻ പോകുന്നോണ്ട് അവര് വന്നതാ തലേന്ന് വന്നത്. ഡോക്ടർ മരുന്ന് തീരാറായി, പക്ഷെ അവള് ഇന്നലെ അവൾക്ക് മെൻസസ് ആയി, ഡോക്ടർ അത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് സ്മോക്കിംഗ് ഒക്കെ? അതിപ്പോ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എന്ന് ആ പെൺകുട്ടി പറഞ്ഞ.
20 എന്നുള്ളത് ഒരു 15-ലോട്ടൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയും കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇവൻ 10ാം ക്ലാസ് ഫെയിലായ അന്ന് തൊട്ടേ ഇപ്പോഴും ചെയ്യുന്ന അത് തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ റെമഡി അലൂമിനിയാണ്. അപ്പൊ ഞാൻ ഈ ചെറുക്കൻ ഭയങ്കര ഇതാണ്, ഹോട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ ഞാൻ അലൂമിനിയം സൾഫ് 200 2 ഡോസ് കൊടുത്ത്, പിന്നെ PL ഞാൻ 1 ounce 2 ബോട്ടിലും കൊടുത്തു. ഞാൻ 2-3 മാസത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞ് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ് ഈ പെൺകുട്ടിക്ക് ഞാൻ ഉണ്ട്, പെൺകുട്ടി ഹൈപ്പോതൈറോയിഡ്സ് ആണ്. ഈ പെൺകുട്ടി 3 കല്യാണം, ഇത് 3ാമത്തെ കല്യാണം. ഈ പെൺകുട്ടിയുടെ 17ാമത്തെ വയസ്സ്, നല്ല സുന്ദരി ഒരു പെണ്ണാണ്. ഈ 17ാമത്തെ വയസ്സിൽ ഒരു ചെറുക്കൻ ഇഷ്ടപ്പെട്ടു, UK എന്നുള്ള ഒരു ചെറുക്കൻ വന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്, UK-ലല്ല ഇവിടെ ഉള്ളവൻ തന്നെ UK-ൽ പോയിട്ട് അവന് ഇഷ്ടമായെന്ന് പറഞ്ഞ് പിടിച്ച് അവർ കെട്ടിച്ചു കൊടുത്തു. 17ാമത്തെ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പിടിച്ച് കെട്ടിച്ചു കൊടുത്ത്. ആ ചെറുക്കൻ കഞ്ചാവും വെള്ളാടിയും പിന്നെ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ പെർവേർഷൻ ആണ്. എന്താണ് അവന് കാണിക്കുന്നതെന്ന് ആ പെണ്ണിന് പോലും നിർവചിക്കാൻ പറ്റൂല, അത്ര തരത്തിലുള്ള വൃത്തി. അവസാനം അവൾക്ക് സഹിക്കാൻ വയ്യാതെ 1 മാസം നിന്നിട്ട് അവൾ ഇങ്ങനെ വീട്ടിൽ പോകുന്നു. പേടിച്ച് ഓടയാണ് ഇതെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടേ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ കല്യാണം പിന്നെ 17ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കല്യാണം. 2ാമത്തെ കല്യാണം 22ാമത്തെ വയസ്സിലാണ്. അപ്പൊ 22ാമത്തെ വയസ്സിൽ ആ കല്യാണം നടക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ചെറുക്കനാണ്. നല്ല ആ പെൺകുട്ടിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അമ്മയുടെ നിർബന്ധത്തിന് അച്ഛൻ മരിച്ചുപോയി. ഈ ആദ്യത്തെ കല്യാണത്തിന് ഈ ചെറുക്കൻ ഒരുപാട് ടോർച്ചർ ചെയ്തറിഞ്ഞ് അച്ഛന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അത് ഭയങ്കര വിഷമമുണ്ട് ആ പെൺകുട്ടിയെ. അപ്പൊ അപ്പോഴ ഈ 2ാമത്തെ കല്യാണം അവൾക്ക് ഇഷ്ടമില്ല, അത് തള്ള പിടിച്ച് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചായിരുന്നു. അത് പക്ഷെ ഒരു 3 വർഷം വരെ പോയി. പക്ഷെ ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞ, പിന്നെ കുടിച്ചിട്ട് കൂട്ടുകാരെയും കൊണ്ടുവന്നിട്ട് ഇവളെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കും. അപ്പൊ അവൾക്ക് ഒട്ടും നിൽക്കാൻ വയ്യ, പേടിയായി, ഭയങ്കരമായിട്ട് പേടിയായി. ഒറ്റയ്ക്ക് നിന്ന് ഇനി ആരെങ്കിലും വന്ന് എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയായി. അങ്ങനെ അവള് വീണ്ടും വീട്ടിൽ തിരിച്ചു വന്നു 3 വർഷം കഴിഞ്ഞ്, എനിക്ക് വേണ്ട ഈ കല്യാണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 വർഷത്തിനിടയ്ക്ക് ഡോക്ടറെയൊക്കെ കൊണ്ടുപോയി കാണിച്ച്, അപ്പൊ ഹൈപ്പോതൈറോയിഡിസം മാത്രമേ ഉള്ളൂ, അല്ലാതെ 2 പേർക്കും കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കുട്ടികളായില്ല. അങ്ങനെയാണ് ഈ നിൽക്കുമ്പോഴാണ് 25ാമത്തെ വയസ്സിലായിട്ട് അത് ഡിവോഴ്സ് ആയി തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഈ ചെറുക്കൻ അടുത്ത് താമസിക്കുന്നുണ്ട്, ഒറ്റയ്ക്കാണ്. അപ്പൊ നോക്കിയാൽ നല്ല സ്വഭാവം. അങ്ങനെ ഈ പെൺകുട്ടി സ്നേഹിക്കുക ചെയ്ത, എനിക്ക് ഈ അയാളടുത്ത് ചോദിച്ചപ്പോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു, അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ. അപ്പൊ ഞാൻ എടുത്തത്, ഞാൻ ചോദിച്ചു ഇയാൾ ഇങ്ങനെ 3 കല്യാണം കഴിച്ച് എന്തുകൊണ്ടാണ് ഇയാൾ വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത് ഇങ്ങനെ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഈ 17 വയസ്സ് തൊട്ട് 28 വയസ്സിനകത്ത് എന്തെല്ലാം സ്ട്രഗിൾ അനുഭവിച്ച്. അത് ഡോക്ടറെ, ഞാൻ എന്തെങ്കിലും പാവം ചെയ്ത് കാണും കഴിഞ്ഞ ജന്മത്തെ, അതായിരിക്കും ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്. ഞാൻ അത് റൂബ്രിക് അങ്ങാക്കി. ഡെലൂഷൻ സിൻ ഓൺ ഹാസ് ഡൺ സിൻഡ്, സിന്നാക്കി പാപം ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള തോന്നല് അവളുടെ മനസ്സിലുണ്ട്, രൂഢമാല്. അതെടുത്തു. പിന്നെ ഫീമെയിൽ ജെനിറ്റാലിയ സ്റ്റെറിലിറ്റി എടുത്ത്. ഇത് ഇത്ര എടുത്തപ്പോഴത്തേക്ക് വന്ന പ്ലംബം മെറ്റാണ് ആദ്യത്തെ മെഡിസിൻ. ഞാൻ 200 2 ഡോസും കൊടുത്തു. പിന്നെ BT രാവിലെ മറ്റേ ഒരു BT ഇത് കൊടുക്കുകയാണ്, ഗുളിക കൊടുക്കുന്നുണ്ട്. അത്ര 50 mg ആറ്റം എൽട്രോക്സിൻ ആറ്റം കഴിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞ അത് കഴിച്ചു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതും കഴിക്കാൻ പറഞ്ഞു, BTയും കഴിക്കാൻ പറഞ്ഞു. ഓരോ ഗുളിക വെച്ച് രാവിലെ. പിന്നെ PL രാവിലെയും വൈകുന്നേരം 4 വെച്ച് കഴിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 19/6 വരുമ്പോഴത്തേക്ക് 18/6 അതിന് മെൻസസ് ആയി. അപ്പൊ അതൊരു ഭയങ്കര വിഷമമായി, ഇതായിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. പക്ഷെ ഈ കൊച്ചെന്ന് പറഞ്ഞ ഭയങ്കര തണുപ്പ് താങ്ങാനേ പറ്റത്തില്ല. ഡോക്ടറെ കേൾക്കുന്നില്ല, ഉണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? ഞാൻ ഡോക്ടർ അനിത സോമൻ പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഭയങ്കര തണുപ്പ്, ചെറുക്കന് തണുപ്പ് ചൂട് താങ്ങാൻ പറ്റുന്നില്ല, പെണ്ണിന് തണുപ്പും താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ പക്ഷെ ഈ തണുപ്പ് താങ്ങാൻ വയ്യെങ്കിലും അവള് കുടിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഐസ് വാട്ടറേ കുടിക്കുള്ളൂ. ഐസ് വാട്ടർ മതി അവൾക്ക്, ഫ്രിഡ്ജിൽ വെച്ചാൽ വെള്ളയെ കുടിക്കുള്ളൂ. പിന്നെ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ഭയങ്കര നമ്മളുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് മിങ്കിള് ചെയ്യുന്നുണ്ട്. പിന്നെ ആർട്ടിസ്റ്റിക് ആണ്, പാട്ട് പാടും, ഡാൻസ് ചെയ്യും.
പടം വരയ്ക്കും, ഇതെല്ലാം ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ള കൊച്ചാണ്. ഞാൻ എടുത്ത റൂബ്രിക് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഭയങ്കര വെപ്രാളമാണ് ഡോക്ടർ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഒറ്റയ്ക്ക് ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ പകല് ആ ചെറുക്കൻ പോകുമ്പോ അടുത്ത് തന്നെ വീട്, കുടുംബ വീട്, അപ്പൊ അവിടെ വന്ന് അമ്മയുടെ അടുത്തിരിക്കുക, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനേ പറ്റുന്നില്ല, അപ്പോഴത്തേക്ക് എനിക്ക് വെപ്രാളം വരും. അപ്പൊ അത് ഞാൻ എടുത്ത റൂബ്രിക്ക് ആംഗ്വിഷ് എലോൺ വെൻ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ആംഗ്വിഷ് ആകുന്നെന്ന്. പിന്നെ മെൻസസ് ആകുമ്പോ അയ്യോ മെൻസസ് ആയല്ലോ, അയ്യോ നീ അപ്പൊ എന്ത് ചെയ്യും പ്രഗ്നന്റ് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അപ്പോഴും വെപ്രാളം ഇങ്ങനെ തളറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. അതും ഞാൻ ആംഗ്വിഷ് മെൻസസ് ഡ്യൂറിങ് ഇത് ഇത്രയും എടുത്ത് എക്സ്ട്രോവർട്ട് ഡിസയർ ഫോർ കമ്പനി ഇതെല്ലാം കൂടെ എടുത്തപ്പോഴത്തേക്ക് ഫോസ്ഫറസ് ആണ് വന്നത്. ഫോസ്ഫറസ് 200 2 ഡോസ് കൊടുത്തു. ഇത് 19/6 ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതിന് 18/6 അത് മെൻസസ് ആയതാണ്. അത് കഴിഞ്ഞ് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ വരുന്നതിന് ഒരു 10-ാം തീയതി ആയിട്ട് ഈ കൊച്ചു എന്നെ വാട്സപ്പിലിട്ടു, ഡോക്ടറെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഞാൻ പറഞ്ഞു കൺഗ്രാജുലേഷൻ. എനിക്ക് തന്നെ അങ്ങ് അതിശയം തോന്നി, കാരണം ഇത് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം ഡോക്ടർ, ഞാൻ ഇനി തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു തൈറോയ്ഡൊക്കെ ചെക്ക് ചെയ്യണം, ആദ്യം ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കേ, എന്തെങ്കിലും ഇതുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പൊ ഈ 18/6 മെൻസസ് ആയത്. അപ്പൊ പറഞ്ഞ് എന്തായാലും കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞ, അങ്ങനെ പോയി കാണിച്ചപ്പോഴത്തേക്ക് ടിൻസ് ആണ്. നോക്കിയപ്പോഴത്തേക്ക് ടിൻസ് ആണ്. അപ്പൊ അത് ചെയ്തിട്ടാണോ എന്തോ, അതിനുശേഷം ചെറിയ ബ്ലീഡിങ് ഉണ്ടായി. അപ്പൊ അവരെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞ് കുഴപ്പമില്ല, അത് അവിടെ കെട്ടി നിന്ന ബ്ലഡ് ആണ്, അപ്പൊ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കംപ്ലീറ്റ്. അപ്പൊ ഇപ്പൊ കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. എനിക്ക് മെനിങ്ങാന്ന് 4 മുട്ടായിയൊക്കെ കൊണ്ടു തന്ന്, അതിന്റെ അമ്മ കൊണ്ടു തന്ന്, അത് വന്നില്ല. അങ്ങനെ ഒരു നല്ലൊരു കേസായിരുന്നു. ഡോക്ടറിന് ഒരു കൺഗ്രാജുലേഷൻസ്. നമുക്ക് 34 ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയം ഇല്ല. അജിനി ഡോക്ടർക്ക് ഒരു നന്ദി പറയാമോ? അജിനി ഡോക്ടറെ. ഒരു മിനിറ്റ് ഞാന് ഡോക്ടറെ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് അതിലേക്കാൾ ഏറ്റവും കൂടുതൽ എന്നെ ഇംപ്രസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ക്യൂറിലും പേഷ്യന്റിന്റെ ജീവിതത്തിന്റെ ചേഞ്ചസിലും ഡോക്ടർക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഡോക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതും. പിന്നെ ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയാം, ഡോക്ടർ ഒരു പേഷ്യന്റ് ഒക്കെ മെസ്സേജ് ഒക്കെ അയച്ചാല് ഫോളോ അപ്പ് ചെയ്യും, ആ സിൻസിയാരിറ്റി. അപ്പൊ വെറും ക്ലാസ്സിന് മാത്രമല്ല, ആസ് എ ഡോക്ടർ പുള്ളിക്കാരിയെ ആസ് എ ഹോൾ ഞാൻ പറയുക, പിന്നെ IFPHന്റെ ബിഹാഫിലും എന്റെ ഇതിലും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ. എനിക്ക് വലിയ ഇഷ്ടം. ലവ് യു. നന്ദി അജിനി ഡോക്ടറെ. എന്തായാലും ഡോക്ടറെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഓർഗനോണിൽ തുടങ്ങി ഡോക്ടറുടെ അനുഭവങ്ങൾ പറഞ്ഞു. ഡോക്ടർ വിചാരിച്ച പോലെ ആർക്കും ബോറടിച്ചില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾ ഇരുന്ന് കേട്ടത്. ആ തോണിയിൽ, ആ കൂട്ടത്തിൽ ആ തോണിയിലേറെ ഞങ്ങളും അങ്ങ് സഞ്ചരിച്ചു. സമയം പോയത് പോലും അറിഞ്ഞില്ല. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇനി ഇതുപോലുള്ള നല്ല ക്ലാസ്സുകളായിട്ട് ഇനിയും ഡോക്ടർ വരണം. ഒരിക്കൽ കൂടി ഡോക്ടർക്ക് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1453 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.